ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് പിണറായി ആണോ നല്ലത്, ആണോ നല്ലത്, ഡി സതീശനാണോ നല്ലത് എന്നുള്ള കാര്യങ്ങൾ. കാരണം FBയിലും ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിണറായി ആയിരുന്നു നല്ലത്, ഇപ്പം ഡി സതീശന്റെ ഭരണം RSS ഭരണം പോലെയാണ്, BJP ആണോ കേരളം ഭരിക്കുന്നത്, അങ്ങനെ ചില കമ്പാരിസണും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അതിനുള്ള ചില കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർക്കാർ അഭിഭാഷകനായിട്ട് ഒരു RSS കാരനെ നിയമിച്ച കാര്യം, അതുപോലെ തന്നെ നമ്മുടെ TJ മോഹൻദാസിനെതിരെ മുദ്രാവാക്യം വിളിച്ച DYFIക്കാർ അറസ്റ്റ് ചെയ്ത കാര്യം, അതുപോലെ പെൻഷന്റെ കാര്യം, ഹെലികോപ്റ്ററിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ഒരൊറ്റ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മളെ പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന്റെ ഒരു ദുരിതകാലത്ത് കേരളത്തിനുണ്ടായ ചെലവുകൾ പറയുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾ നോക്കുക, എന്തോരം കോടിക്കണക്കിന് പൈസയാണ് ഇവർ പറയുന്നത്. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണച്ചെലവ് 10 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് പോവുകയാണ്. നമുക്ക് ഈ മുണ്ടക്കൈ ചൂരൽമല ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെലവാണ് ഈ പുള്ളി പറഞ്ഞത്. ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിയതിന് 11 കോടി. നമുക്ക് വയനാട്ടിൽ എത്ര കുടുംബങ്ങളായാലും 11 കോടിയുടെ ഡ്രസ്സ് ഇടാൻ മാത്രം എന്ത് ചെലവാണ് അവിടെ വരുന്നത്? ജനറേറ്റർ പ്രവർത്തിക്കാൻ 7 കോടി, കല്ല് നീക്കം ചെയ്യാൻ 1 കോടി, ഇങ്ങനെ വരുന്ന വലിയ വലിയ കോടി കണക്കിലാണ് പറയുന്നത്. അപ്പൊ ഈ സമയത്തൊക്കെ ഇവർ ഈ ഫണ്ട് മുക്കുന്നു കോൺഗ്രസ്സുകാർ പറയുന്നത് വളരെ കറക്റ്റാണ്. കാരണം നിപ്പ സമയത്താണെങ്കിലും നമ്മുടെ ഇപ്പോഴും ഇവർക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ അപഹാസ്യമാണ് ഇവർ നമ്മുടെ ഓക്കിയുടെ പൈസ മുക്കി എന്നുള്ള കാര്യം. അങ്ങനെ പല രീതിയിൽ പൈസ മുക്കുന്നവരാണ് ഇപ്പോൾ ഈ പറഞ്ഞ പെൻഷനും കാര്യങ്ങളൊക്കെ സഹകരണ ബാങ്ക് വഴി അല്ലാണ്ടുള്ള രീതിയിലൊക്കെ സർക്കാർ കൊണ്ടുവരുന്നത്. ഇപ്പൊ പഴയ പോലെ മുക്കാൻ കിട്ടുന്നില്ല എന്നതിന്റെ ഒരു മെയിൻ പെയിനാണ് ഇവർ കാണിക്കുന്ന ഈ അട്ടഹാസം സോഷ്യൽ മീഡിയയിലുള്ളതാണ്. നല്ലത് കണ്ടാൽ നല്ലത് പറയാം, മോശം കണ്ടാൽ മോശം പറയാം, അത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും പൈസ മുക്കി ഇത്രയും മകൾക്കും കുടുംബത്തിനൊക്കെ ഇത്രയും സേഫായിട്ട് 10 വർഷം ഭരിച്ചിട്ട് പിന്നെയും ഈ ആർത്തി മൂത്തിട്ട് കടിമൂത്ത ഇതുപോലെ ഇങ്ങനെ പുലമ്പുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവില്ല. കാരണം കമ്പാരിസന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഓക്കെ, നല്ലത് കണ്ടാൽ നല്ലത് പറയാം, മോശം കണ്ടാൽ മോശം പറയാം. ഇപ്പൊ വീഡിയോ ചെയ്യുന്ന എല്ലാ കാര്യവും നല്ലതെന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല.